അപ്പോൾ ഒന്നുകിൽ ഈ മർവാൻ ഇബ്നു മുആവിയയുടെ കയ്യാൽ നശിപ്പിക്കപ്പെട്ട ഖുർആൻ അത് ഒറിജിനൽ ഖുർആനാണ്, ഇന്നുള്ളതൊന്നും അതുമായിട്ട് ചേർന്ന് പോകുന്നില്ല, അതുകൊണ്ട് ഇന്നുള്ളതൊന്നും ഒറിജിനലല്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ആദ്യം ഉണ്ടായത് ഒറിജിനലായിരുന്നില്ല, ഒന്നാമത്തെ പ്രതി തന്നെ ഒറിജിനലായിരുന്നില്ല, ഇപ്പോൾ ഉള്ളതാണ് ഒറിജിനൽ എന്ന് പറയേണ്ടി വരും. പക്ഷേ ആ വാദത്തെ യുക്തിക്ക് നിരക്കുന്നതല്ല. ആദ്യത്തെ പ്രതി തന്നെ ഒറിജിനൽ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ അതിൽ നിന്ന് ഒറിജിനൽ ഉണ്ടാക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ ഖുർആൻ്റെ ഈ പ്രശ്നം, ഈ ഖുർആൻ്റെ പേരിലുള്ള ഈ തമ്മിലടി തീർക്കാൻ ഉസ്മാനൊക്കെ കുറേ ശ്രമിച്ചതാണ്, ഒന്നും നടന്നില്ല. മാത്രമല്ല ഇദ്ദേഹം ഇങ്ങനെ കത്തിച്ചു കളയാൻ ഉത്തരവിട്ടെങ്കിലും പലരുടെയും ഖുർആൻ അങ്ങനെ കത്തിക്കാനൊന്നും പറ്റിയില്ല. അവരത് ഭദ്രമായിട്ട്, ജീവനേക്കാൾ ഉപരിയായിട്ട് അവർ സ്നേഹിച്ച സാധനമാണ് ഈ ഖുർആൻ. അതുകൊണ്ട് അവർ ജീവൻ പണയം വെച്ച് പലരും അത് സംരക്ഷിച്ചിരുന്നു, രഹസ്യമായിട്ട് അത് സംരക്ഷിച്ചു. പിൽക്കാലത്ത് ഈ ഖുർആനുകളിൽ നിന്ന് ഓരോരുത്തർ അതിൻ്റെ പകർപ്പ് എടുക്കുകയുണ്ടായി. അങ്ങനെ ഏകദേശം 10-18 വിധത്തിലുള്ള ഖുർആൻ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്.